ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. എന്തെല്ലാവർക്കും സുഖമല്ലേ? സുഖമായിരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ വേറൊരാളും കൂടി വീഡിയോയിൽ ഉണ്ടാകുമ്പോൾ എന്തായാലും അറിയാം. വേറെയാണെന്ന് വെച്ചാൽ കണ്ട് പരിചയമില്ലാത്ത ആളൊന്നുമില്ല, കണ്ട് പരിചയമുള്ളവരായിരിക്കും കുറച്ച് പേർക്കെങ്കിലും. അപ്പോൾ അതെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവൻ തന്നെയാണ് മെയിൻ കണ്ടന്റ്. അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടന്റിലോട്ട് പോകാം. അപ്പോൾ ടോട്ടൽ ഓവറോൾ ഇതിൻ്റെ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വർക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ തുടങ്ങിയ കാലം മുതൽ പറയുന്നതാണ് ഇതിൻ്റെ പണിയുടെ കേസ് മൊത്തം. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഫൈനലി എല്ലാം ഞാൻ പണിയെടുത്തുണ്ടാക്കി. ബേസിക്കലി തന്നെ വേറെ ആരും ഡിപ്പെൻഡ് ചെയ്യാണ്ട് തന്നെ എല്ലാ പണിയും തീർത്തു. ഓൾമോസ്റ്റ് ഒരു 24,000 രൂപ അടുത്ത് എല്ലാ പണിയും കൂടെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 19 രൂപ ആയിട്ടുള്ളൂ. ഇനി ചൈനീസ് പോക്കറ്റും കൂടി മാറാനുണ്ട്. അതും കൂടി മാറിക്കഴിഞ്ഞാൽ വണ്ടി ഓവറോൾ ഫുൾ പക്കയായിരിക്കും. ആദ്യം തന്നെ ഞാൻ എണീക്കുന്നതനുസരിച്ച് ക്യാമറ വർക്ക് ചെയ്തോളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും അതിലോട്ട് പോകില്ല. അപ്പോൾ ആദ്യം വലിച്ചിട്ടാണ് എൻ്റെ പരിപാടി ഇരിക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ ജനറൽ സർവീസ് ഇതിൻ്റെ മൊത്തം ചെയ്തു. ജനറൽ സർവീസ് മൊത്തം ചെയ്തെന്ന് പറയാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോർക്സിലും ഓയിലും മൊത്തം മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓൾമോസ്റ്റ് നല്ല ചാർജാണ്. ഈ ഹാൻഡിൽ ഇത് അഴിക്കുമ്പോൾ തന്നെ അത്യാവശ്യം അതിൻ്റെ വേറെ ജനറലാണ്. എനിക്ക് 750 രൂപ കണ്ടാണ് അതിൻ്റെ അത്. പിന്നെ കോൺസെപ്റ്റ് നമ്മൾ മാറിയിട്ടുണ്ട്. കോൺസെപ്റ്റ് നമ്മൾ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ അതിന് ഏകദേശം എത്രയും ചിലവ് ഏകദേശം മനസ്സിലാകും. പിന്നെ നമ്മൾ മാറിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ഓവറോൾ നമ്മൾ ഇതിൻ്റെ എല്ലാ സർവീസും കാര്യങ്ങളും പെൻഡിങ് ഉണ്ടായിരുന്ന എല്ലാം തീർത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ജനറൽ എന്ന് പറയുമ്പോൾ ത്രോട്ടിൽ ബോഡി കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ടായി. പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ RPM കയറി അരച്ച് നിൽക്കുന്നൊരു ഇതുണ്ടായി, അതെല്ലാം മാറി. പിന്നെ അത് കഴിഞ്ഞ് സർവീസ് കഴിഞ്ഞ് കിട്ടിയപ്പോൾ സർവീസ് കഴിഞ്ഞപ്പോൾ കിട്ടിയ പണിയാണ് വാണിംഗ് ലൈറ്റ്. എഞ്ചിൻ വാണിംഗ് ലൈറ്റും കത്തി കിടക്കാതെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓഫായി പോകും. ഐഡില്ലെങ്കിൽ വണ്ടി നിൽക്കില്ല, വണ്ടി കൈ കൊടുത്തില്ലെങ്കിൽ വണ്ടി ഓഫായി പോകും. പ്രത്യേകിച്ച് കൂളായിട്ട് നിൽക്കുന്ന സമയത്ത് വണ്ടി എടുത്തു കഴിഞ്ഞാൽ വണ്ടി അപ്പം തന്നെ ഓഫായി പോകും. ഇപ്പോൾ രാവിലെയൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ആക്സിലേറ്റർ കൊടുക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് വന്നു. ഇത്തിരി ഓടി കഴിയുമ്പോൾ ശരിയാവും, എന്നാലും RPM ഒരു കറക്റ്റ് കോൺസ്റ്റൻ്റ് അല്ലായിരുന്നു, ഇറങ്ങി നിന്നാണ് നിൽക്കാറ്. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഫൈനലി ആ സെൻസറിൻ്റെ ഇഷ്യൂ അതും സെറ്റാക്കി. അതിനൊരു ദിവസം മുമ്പ് തന്നെ ബാറ്ററി ഡെഡായി. അങ്ങനെ ബാറ്ററി മാറി. ബാറ്ററി ഡെഡായെന്ന് വെച്ചാൽ കറക്റ്റ് വഴി ഇതുവരെ ഇവൻ വഴിയിലൊന്നും കിടത്തിയിട്ടില്ല. ആകെ കിട്ടിയേക്കണ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ച് പൊട്ടിയിട്ടുണ്ട്. ക്ലച്ച് കേബിൾ ഒരു 3 പ്രാവശ്യത്തോളം വണ്ടിയിൽ പൊട്ടിയിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ട്, കാരണം ഞാൻ ഡെയിലി എറണാകുളത്ത് ഇതും കൊണ്ടാണ് പോയിട്ട് വന്നത്. ഡെയിലി ഒരു എന്താ പറയുക, മിനിമം ഒരു 75 കിലോമീറ്റർ എന്തായാലും വണ്ടി ഓടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓരോ ദിവസത്തെ അതനുസരിച്ചിരിക്കും. ചിലപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കറങ്ങാനൊക്കെ പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ അടിക്കും. അപ്പോൾ ഓൾമോസ്റ്റ് നല്ല രീതിയിൽ വണ്ടി ഇപ്പോൾ അത്യാവശ്യം ഓടേണ്ട, ഒട്ടും ഓടാണ്ടിരുന്ന വണ്ടിയാണ് ഇപ്പോൾ അത്യാവശ്യം ഓടുന്നുണ്ട്. എന്തായാലും വേറൊരു വണ്ടി വരെ ഇത് തന്നെയായിരിക്കും. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവന് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ കയറ്റി വയ്ക്കും, അധികം ആവശ്യത്തിന് എടുക്കും എന്നുള്ള സ്കീമാക്കും. ഇത് പക്ഷേ എൻ്റെ ആദ്യത്തെ വണ്ടി, അത്ര ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച വണ്ടിയുണ്ട്. അവൻ അവിടെ തന്നെ ഉണ്ടാവും, അവൻ്റെ സ്പെഷ്യൽ പ്ലേസ് ആയിരിക്കും. അങ്ങനെ ആ പരിപാടിയൊക്കെ തീർത്ത് പിന്നെ എന്താ പറയുക, പിന്നെ ഇവിടുത്തെ ഈ ഇതേപോലെ തന്നെ അപ്പുറത്തും കുറച്ച് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഇവിടുത്തെ പൂച്ചയുടെ പണിയാണ്. അപ്പോൾ അത് അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അത്രയും കാര്യമാക്കിയാൽ മതി. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് പാഡ്സും ബാക്ക് ബ്രേക്ക് പാഡ്സും നമ്മൾ അതിൻ്റെ കൂടെ തന്നെ മാറിയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊന്നും നോക്കണ്ട, ആ ഒരു സമയം നോക്കി ഇതേ കുളിച്ച് ഫ്രഷായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് ഇതിന് വേണ്ടി ഇട്ട ഡ്രസ്സാണ്. അപ്പോൾ അതിൻ്റെ കോലം കുറച്ച് പ്രശ്നമുണ്ട്, അപ്പോൾ നോക്കാം. പിന്നെ ഇങ്ങോട്ട് പോയോ. പിന്നെ നൈസായിട്ട് നമ്മൾ അന്ന് ഒരാൾ വന്ന് വണ്ടി കൊണ്ട് ഇടിച്ചെന്ന് പറഞ്ഞാലോ. അപ്പോൾ ആ ഒരു ആക്സിഡൻറ്റിൽ പറ്റിയ സ്കീമാണ്. അത് എന്തായിരുന്നു, നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊന്നും മാറിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ബോക്സ് അടിച്ചിട്ടുണ്ട്. ഇത് പ്രത്യേകതരം ബോക്സാണ്, മറ്റേ ക്ലിപ്പുള്ള ടൈപ്പ് 2 ടൈപ്പില്ല. അപ്പോൾ ഇത് രണ്ടും കൂടി ഏകദേശം ബോക്സ് അടക്കം ഒരു 1000 രൂപ അടുത്ത് നമ്പർ പ്ലേറ്റും ബോക്സും കൂടി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഷോറൂമിൽ തന്നെ മാറി, ഷോറൂമിൽ തന്നെ ചെയ്ത് അവരൊന്ന്, കാരണം ഈ സാധനമൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഒരു എന്താ പറയുക സിംഗിൾ സ്കാൻ ചെയ്യുന്ന സാധനമൊക്കെ ഉള്ളതുകൊണ്ട് ഷോറൂമിൽ തന്നെ നമ്മൾ വരുത്തി ആ കാര്യങ്ങളൊക്കെ തീർത്തു. പിന്നെ ഇതിലിപ്പോൾ ആകെ മാറ്റാനുള്ള സാധനം എന്ന് പറയുന്നുണ്ടെങ്കിൽ ചൈനീസ് പോക്കറ്റും കാര്യങ്ങളാണ്, അത് മാറാനുണ്ട്. അപ്പോൾ ഇന്ന് അതിന് വേണ്ടി ഞാൻ പോയിട്ട് അത് നടന്നില്ല, അൺഫോർച്യുനേറ്റ്ലി നടന്നില്ല. ചാലക്കുടി പോയി, പക്ഷേ അത് ഞാൻ തിരിച്ചു വന്നു. ഈ 2 സാധനം നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആയാലും വെച്ചേക്കണം. അപ്പോൾ അതെനിക്ക് മാറ്റിയിട്ട് അത് ഒറിജിനൽ വീണ്ടും കയറണം. പിന്നെ നമ്മൾ സാരി ഗാർഡ് ഹബ്ബർ നമ്മൾ എന്തായാലും ഈ അടുത്ത് തന്നെ നമ്മൾ ചെയ്യും. ഇതിൻ്റെ ബോൾട്ട് 2 മിസ്സിങ് ആയതുകൊണ്ട് നമുക്ക് കിട്ടാനില്ല, ഷോറൂമിൽ തന്നെ ചോദിക്കണം. പിന്നെ അന്ന് ചോദിച്ചപ്പോൾ സാധനം സ്റ്റോക്ക് ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ അതിനി ചെയ്യും. പിന്നെ ഈ റിഫ്ലക്ടറും നമ്മൾ അതിൻ്റെ ഒപ്പം മാറിയതാണ്, അത് പൊട്ടിയിട്ട് നമ്മൾ മാറി. പിന്നെ ബാക്കി ഓൾമോസ്റ്റ് പിന്നെ ഉള്ളിലെ കാര്യങ്ങളാണ് ബാക്കി കാര്യങ്ങളൊക്കെ. പിന്നെ ക്ലച്ചിൻ്റെ ഇത് മാത്രമാണ് ഒരു പണി മുടക്കിയിരുന്ന കേസ്. അതും കറക്റ്റ് വീട്ടിൻ്റെ അവിടെ എത്താറായപ്പോൾ, വീട്ടിലെത്തിയ സമയത്താണ് പൊട്ടി. വീട്ടിൽ നിന്ന് ഇറക്കിയ സമയത്ത് പൊട്ടി. പിന്നെ വീട്ടിലോട്ട് വരുന്നതിന് മുമ്പ് ഒരു വളവ് എത്തിയപ്പോൾ പൊട്ടി. മീൻസ് ഒറ്റ ദിവസത്തെ കാര്യമല്ല പറഞ്ഞാൽ 3 പ്രാവശ്യം പൊട്ടി. ഞാൻ 2 തവണയായിട്ട് പറഞ്ഞു പോകും. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണിക്കും. ഈ മീറ്ററിൻ്റെ ഈ ഷെല്ല് നമ്മൾ എന്തായാലും മാറണം, അല്ലെങ്കിൽ മഴയൊക്കെ വന്നു കഴിയുമ്പോൾ വെള്ളം ഇറങ്ങി മീറ്റർ അടിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. നേരെ പുറത്ത് കണ്ടോ, ഈ നമ്പർ പ്ലേറ്റ് നമ്മൾ മാറ്റി. ഇപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് സാധനത്തിനെ കാണാനായിട്ട്. പിന്നെ ഇവിടെ എനിക്ക് എന്തായാലും റിംഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് ഇതിന് ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. അപ്പോൾ എനിക്ക് നല്ല സാധനം ആഡ് ചെയ്യണം. പിന്നെ അതുപോലെ ഇതുവരെ എനിക്കൊന്നും സേവ് ചെയ്യാൻ പറ്റിയിട്ടില്ല, എല്ലാം ഈ വണ്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ എല്ലാം ഇറക്കിക്കണം. പിന്നെ ഇതൊക്കെ നമുക്ക് ഉറച്ച് കളഞ്ഞിട്ട് എനിക്ക് എന്തായാലും പെയിൻറ്റ് ടച്ച് ചെയ്ത് കൊടുക്കണം.
ആ കാര്യങ്ങളൊക്കെ തീർക്കും. ഓ ഗൈസ്, പിന്നെ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം, ഇതൊക്കെ വല്ലപ്പോഴും കാണാൻ കിട്ടുന്നൊരു സംഭവമാണ്. പെട്രോൾ ഹാഫ് ടാങ്കിന് മുകളിലുണ്ട്. ഞാനൊരു 2 ദിവസം മുന്നേ ഞാൻ അടിച്ചേർന്നതാണ്, ഒരു ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. ആ പെട്രോളിന് വില കൂടുന്നതിന് തൊട്ട് മുന്നേ തലേ ദിവസം ഞാൻ അടിച്ചിട്ടുണ്ടായി. എന്താ അല്ലേ. ഓ ഗൈസ്, പിന്നെ നമ്മൾ ഹാൻഡിൽ വെയിറ്റും ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇപ്പോൾ എക്സ്ട്രാ ചെയ്തതാണ്. കഴിഞ്ഞ ദിവസം ഷോറൂമിൽ കയറ്റിയപ്പോൾ ചെയ്ത പരിപാടികളാണ്. പിന്നെ ഫ്ലൂയിഡ്സും കാര്യങ്ങളൊക്കെ റീഫിൽ ചെയ്തിട്ടുണ്ട്. ഉറ്റി കളഞ്ഞിട്ട് വീണ്ടും ഫില്ല് ചെയ്തിട്ടുണ്ട്, റീഫിൽ ചെയ്ത് ഡ്രെയിൻ ചെയ്തിട്ട് വീണ്ടും ഫില്ല് ചെയ്തിട്ടുണ്ടെല്ലാം. പിന്നെ ഇനി അടുത്തത് മെയിൻ വരാൻ സാധ്യത ഉള്ളത് ചെയിൻ സോക്കറ്റ് എന്തായാലും മാറും. അത് കഴിയുമ്പോൾ അത് എൻ്റെ പ്ലേ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും അതിൻ്റെ MC കിറ്റ് മാറേണ്ടി വരും, സിലിണ്ടർ കിറ്റ് മാറേണ്ടി വരും. അത്രേ ഉള്ളൂ. ടോട്ടൽ ഓവറോൾ എല്ലാ പണിയും ഞാൻ തന്നെ ചെയ്ത് 4 മാസം കൊണ്ട് ഞാൻ ഇതിൻ്റെ ഓവറോൾ എല്ലാ വർക്കും ചെയ്തെടുത്ത്. അപ്പോൾ അങ്ങനെ എല്ലാ പരിപാടിയും തീർത്തതാണ്. കുട്ടപ്പനായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഒന്ന് കഴുകി ഒന്ന് കുളിപ്പിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ചെയിൻ സോക്കറ്റൊക്കെ മാറ്റി ചെയ്താലെന്ന് വിചാരിച്ചത്. കാരണം ഡെയിലി എറണാകുളത്ത് പോയി വരുമ്പോൾ അറിയാലോ, പൊടി എന്തായാലും കുറച്ചാലും എന്താ പൊടി ഉണ്ടാവും, ഫൈറ്റുമായി ആവും. അപ്പോൾ അങ്ങനെ എല്ലാ പണിയും നിർത്തുക. നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഇവിടെ ആളിരിക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ടും കൂടി എന്തെങ്കിലും കെട്ടായി. ആദ്യം കിട്ടില്ല, എല്ലാം നല്ല പക്കയായി എന്തായാലും കട്ട് ഓഫ് ഒന്നും അടിച്ച് ഇതാക്കില്ല, അതിനുള്ള മൂടില്ല. അപ്പോൾ എന്തായാലും എൻ്റെ ഹാപ്പിയസ്റ്റ് സംഭവമാണ്. ഏത് സമയത്താണെങ്കിലും ഇമോഷണലി ഒരു ബേസിലാണെങ്കിലും ഇതാണെങ്കിലും ഒരു ഡ്രൈവ് പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പരിപാടിയാണ് വണ്ടി ഓടിക്കുക എന്നുള്ളത്. ബൈക്കാണെങ്കിലും കാറാണെങ്കിലും ഡ്രൈവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം, ഇഷ്ടമുള്ളൊരു കാര്യം. പണ്ടോട്ട് ഒരു ഒട്ടും മടുക്കാത്തൊരു പരിപാടി എന്ന് പറയുന്നത് അതന്നെ. ഇത് ഫുഡ് കഴിക്കണം ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കാര്യം. അപ്പോൾ എന്തായാലും ഇന്ന് ക്യാമിൻ്റെ ഗാഡ്ജറ്റിൻ്റെ കാര്യത്തിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ഫൈനലൈസേഷനിൽ ഞാൻ എത്തി. ഫസ്റ്റ് ഒരു ഗോപ്രോ എടുക്കാമെന്നുള്ള ഇതിലായി. അതിന് ഗോപ്രോ എടുക്കാൻ വേണ്ടി ഞാൻ മൈജിയിലും പോയി. ഞാൻ എടപ്പള്ളിയിലുള്ള 2 ഷോപ്പിൽ ഞാൻ കയറിയിരുന്നു, ഓക്സിജനിൽ കയറണേന്. അപ്പോൾ ഈ 2 സ്ഥലത്ത് പോയത് എനിക്ക് മനസ്സിലായത്, ഞാൻ ഹീറോ 9 നോക്കുന്നത്, എങ്ങും സ്റ്റോക്കില്ല. ഞാൻ നോക്കുമ്പോഴും എനിക്ക് ഓൺലൈൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുക്കണമെങ്കിൽ എനിക്ക് കുറച്ചും കൂടി എന്താ പറയുക ബഡ്ജറ്റ് ഫ്രണ്ട്ലി. എനിക്കൊരു 3 രൂപ എനിക്ക് വ്യത്യാസമുണ്ട്. പിന്നെ അതേപോലെ എനിക്ക് ബണ്ടിൽ പാക്ക് വേണം, കാരണം എനിക്ക് ജിമ്പലും കാര്യങ്ങളെല്ലാം വേണം, എക്സ്ട്രാ ബാറ്ററീസ് വേണം, പിന്നെ മൗണ്ടും കാര്യങ്ങളൊക്കെ വേണം, ചെസ്റ്റ് മൗണ്ട് വേണം, എല്ലാം വേണം. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ അതും ഒരു മോട്ടോ വ്ളോഗും എന്നുള്ള സ്കീമിലാക്കാമെന്നുള്ള പ്ലാനിങ്ങിലാണ് ഇപ്പോൾ നിലവിൽ ഇതുവരെ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ പെരുന്നാളൊന്ന് കഴിഞ്ഞോട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ പരിപാടിയിൽ നിൽക്കാമെന്ന് വെച്ചു. കാരണം അതും എനിക്ക് ഈ ഫിനാൻസ് സ്കീമിൽ എടുക്കുള്ളൂ. ഒറ്റയ്ക്ക് എമൗണ്ട് എടുക്കാനുള്ള ബഡ്ജറ്റ് കഴിയില്ല, കാരണം ഞാൻ ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, സ്വന്തമായിട്ട് മേച്ചാണ്. അപ്പം അതുകൂടി വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി അടിപൊളിയാക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ അതനുസരിച്ച് പിന്നെ പയ്യെ നമുക്ക് ഇതിൻ്റെ ഇതനുസരിച്ച് ചാനലിൽ നിന്ന് വരുന്ന വരുമാനം വന്നു തുടങ്ങി അത് വെച്ചിട്ട് നമുക്ക് ഗാഡ്ജറ്റ്സിനെ അപ്ഡേറ്റ് ചെയ്യാം. അത് മതി തൽക്കാലം. ഓവറായിട്ടിന് എടുത്ത് തലവേദന കൂട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മഴക്കാരൊക്കെ ഉണ്ട്, മഴ പെയ്തറിയാത്ത നാളായില്ലേ. ഇത് ആവേശം കാണിച്ചു കണ്ടോ, ഇടിമിന്നലൊക്കെ ഉണ്ട്. പെയ്യുമായിരിക്കും അങ്ങനെ നല്ല ചൂട്, ഒരു രക്ഷയില്ലാത്ത ചൂടാണ്, വയ്യാണ്ടായി പോകുന്ന സ്കീമാണ്. അപ്പോൾ അത്രയൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വണ്ടീനോട് ഇഷ്ടമുള്ളവർക്ക്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് വണ്ടീനെ ഇഷ്ടമുള്ള ഈ വണ്ടീനോട് ഇഷ്ടമുള്ളവർക്ക് ഈ വീഡിയോ കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് നേരം ഒരു നേരം പോക്ക് കിട്ടിക്കാണും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയെന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ നേരം ആയതുകൊണ്ട് ഞാൻ എന്തായാലും വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ, അതിന് പുതിയ ആൾക്കാർ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് കണ്ടനാണ് ഇപ്പോൾ വണ്ടി വെച്ചിട്ടുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് സജസ്റ്റ് ചെയ്തു. ഞാനിപ്പോൾ 2 വേണ്ടിയിട്ട് പറയുന്നത് നിങ്ങൾ സജസ്റ്റ് ചെയ്യണം, പക്ഷേ ആരും സജസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ സജസ്റ്റ് ചെയ്യാം, വണ്ടി വെച്ചിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നുള്ളത് നിങ്ങൾ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് വീഡിയോസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. നിങ്ങൾക്ക് ഗോപ്രോ ഞാൻ കുറച്ചും കൂടി ഞാനായിട്ട് ഗോപ്രോണെങ്കിൽ പിന്നെ വേറെ ഒരാളെ ഹെൽപ്പ് ആവശ്യമുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി എനിക്ക് നിങ്ങളുടെ മുമ്പിലോട്ട് കൊണ്ടുവരാനായിട്ട് ഞാൻ മാക്സിമം എഫോർട്ട് ഇടാനായിട്ട് ശ്രമിക്കാൻ പറയാൻ പറ്റുള്ളൂ. ബാക്കി അതിനനുസരിച്ചായിരിക്കും. അപ്പോൾ എന്തൊക്കെ തന്നെയാലും നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ അത് പിന്നെ ഞാൻ ആദ്യം മുതൽ ഞാൻ ഒരു പ്രാവശ്യം MDV സെഗ്മെൻറ്റ് എടുത്ത് തീർത്താണ്. അപ്പോൾ ഒന്നും കൂടി ഡെയിലി വ്ളോഗ് എടുത്താലോ എന്നുള്ളൊരു മൈൻഡിലോട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ പറയാം. പിന്നെ ഇൻസ്റ്റായിൽ ഫോളോ ചെയ്യാം. ഞാൻ മെയിൽ ID താഴെ ഇട്ടേക്കാം. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെയിൽ ചെയ്താൽ മതി. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പറയാനൊക്കെ ഉണ്ടെങ്കിൽ മെയിൽ IDയിൽ എന്തായാലും മെയിൽ അയച്ചു, എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ മെയിൽ അയച്ചു. സോ അത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പായിട്ടാണ്. സോ ദിസ് ഈസ് മീ ആൻഡ് ദിസ് ഈസ് മൈ Zera and we are signing off.